കുഞ്ഞെ നീ തരമോ നിന്നുടെ കയ്യില് നെയ്യപ്പം ഇല്ല കയ്യില് നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ. ഞാൻ പോണയാണ് വേലക്ക് പോണയാണ്. കാണാം കേട്ടോ. പിന്നെ കാണാം കേട്ടോ. ഞാനിങ്ങോട്ട് വന്ന് 14 വയസ്സില് 14 വയസ്സില് മുത്തം കൊടുക്കാനൊക്കെ പറയാം കേട്ടോ. നോർത്ത് പറവൂരിലെ നമ്മുടെ ജൂയിഷ് വെൽഫെയർ സൊസൈറ്റി ബിൽഡിംഗിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കൊച്ചി. അവിടുത്തെ ആൾക്കാർ നിങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് ആൾക്കാർ. പരിപ്പോട ഇസ്രായേൽ വന്നിട്ട് പരിപ്പോട കൊള്ളാമെന്ന് പറയാം. അങ്കിളുടെ കൂടെ സംസാരിച്ച് എന്റെ മലയാളം കൂടെ കൊളായി. ഗുഡ് ചൂതാറാവ. കൊള്ളില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പരിപ്പോട കേരളത്തിൽ നിന്ന് ഇസ്രായേൽ വരെ എത്തിയപ്പോ ടേസ്റ്റ് മാറ്റം ഉണ്ടാവും. പക്ഷെ കൊള്ളാം. ഇസ്രായേലിലെ പരിപ്പോട കേരളത്തിലെ ഇസ്രായേലിന് ബെസ്റ്റാ. അതെ. അടിപൊളിയാട്ടോ. അങ്ങളുടെ പഴയ കുറെ തലമുറകൾ ആക്ച്വലി ജൂതമതത്തിൽ ഉണ്ടായതാണ് നമ്മുടെ കേരളത്തില്. ഇവരുടെ ജൂതത്തിൽ ഒരു നിയമമുണ്ട്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ മറ്റു ജൂതന്മാരെ മാത്രമേ കല്യാണം കഴിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഔട്ടാവും. അല്ലെ? അങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ട് കേട്ടോ. ഞാന് സഫേദ് അറിയോ? സഫേദ് ആ നോർത്ത് ഇസ്രായേൽ സ്വാത് അവിടെ പോയിരുന്നു. അവിടെ ഫുള്ള് ജൂ. അൾട്രാ ഓർത്തഡോക്സ് അൾട്രാ ഓർത്തഡോക്സ്. 7:30 മണി കഴിയും. 7:30 മണിക്ക് ഇങ്ങനെ പോവും. ആന്റി എപ്പോഴാ തിരിച്ചു വരുന്നേ? 11:30 മണി. 11:30 മണിയാണ്. എങ്ങനെ ഇരിക്കണത് പരിപ്പോട? അടിപൊളി. കൈപ്പൊടിയം അടിപൊളി. അറിഞ്ഞൂടാ അല്ലേ? അടിപൊളി പുതിയ ലാംഗ്വേജാ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അടിപൊളി എന്ന് പറഞ്ഞാ സൂപ്പർ ടേസ്റ്റി. ആന്റിയുടെ കൈപ്പുണ്യം നല്ല അടിപൊളി ചായ, നല്ല അടിപൊളി പരിപ്പോടെ. ആന്റി കേരളക്കാരോട് ഒരു ബൈ പറഞ്ഞേച്ചു പോ. എന്ത് പറയണം? കേരളക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു നമസ്കാരം പറയും. പോണെന്ന് പറ. ഞാൻ പോണയാണ് വേലക്ക് പോണയാണ്. കാണാം കേട്ടോ. പിന്നെ കാണാം കേട്ടോ. ബൈ ചൂതാറാ ബാ. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി കേരള സ്റ്റൈൽ അത് മറക്കൂല. അങ്കിളുടെ ഹോസ്പിറ്റാലിറ്റി കേരള സ്റ്റൈൽ എന്നാണ് കേട്ടോ പറഞ്ഞത്. അതെ, ഇസ്രായേല് വേറെ ഇസ്രായേലുകാർക്ക് ഇത്ര ഹോസ്പിറ്റാലിറ്റി ഇല്ല. അത് കേരള സ്റ്റൈൽ മനസ്സിലായോ? കേരള സ്റ്റൈൽ ആയതുകൊണ്ടാണ് അങ്കിൾ ഇത്രയും ഹോസ്പിറ്റാലിറ്റി. പുള്ളി വേറെ ലെവല് മനുഷ്യ കേട്ടോ. അതായത് എനിക്ക് അറിയില്ല കേട്ടോ, ഞാനിതിന് കുറച്ചൊന്നും ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ എനിക്കിങ്ങനെ കണ്ണുനീര് വന്നു. കാരണം അത്രയ്ക്ക് ഹാപ്പിയായി. മനസ്സിലായില്ലേ? നമ്മൾ എത്രയ്ക്ക് വെൽക്കം ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന മനസ്സിലായല്ലേ? അത് വേറൊരു ഇതാണ് കേട്ടോ. നാട്ടിൽ പോയിപ്പോ എന്റെ ഭാര്യയും മക്കളായിട്ട് കേരളയിൽ പോയിപ്പോ ഡ്രൈവർ ആയിരുന്നു ക്രിസ്ത്യാനിറ്റി ദിനീഷ്. എന്നിട്ട് ഒരു ദിവസം അവന്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് തപ്പിയോയിക്ക മീൻ വറുത്ത് ഇതൊക്കെയാണ്. കൊച്ചിനിക്കാര് ഇവിടെ മീൻ ഉണ്ടാക്കുന്നു കേട്ടോ. പിന്നെ
എങ്ങളുടെ സ്റ്റൈലൊക്കെ കേരള സ്റ്റൈലാണ്. എല്ലാം കേരള സ്റ്റൈലാണ്. അത് ഉമ്മയുടെ അവിടെ സ്റ്റൈലായിട്ട് എങ്ങാ 70 കൊല്ലം മുമ്പല്ലേ നിങ്ങൾ ഇസ്രായേലിൽ വന്നത്. എന്നാലും കറി ലീവ്സ് വീട്ടിലുണ്ട്. 70 കൊല്ലം മുന്നേ വന്നാലും കറി ലീവ്സ് എല്ലാം വീട്ടിലുണ്ട്. ഉമ്മാടെയും വാപ്പാടെയും സ്റ്റൈലായ പണ്ടത്തെ ഉള്ളിക്കറി. ഓക്കെ, നാട്ടിലെ ടേസ്റ്റ്. ഞാൻ ഇസ്രായേലിലാണോ കേരളത്തിലാണോ? നാട്ടിലെ ടേസ്റ്റിന്റെ നമ്മുടെ ഉള്ളിക്കറിയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കണം. പിന്നെ ഇത് നമ്മുടെ അങ്കിളിന്റെ മോനാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. യഹേല് അങ്കിളിന്റെ മോനാ? യഹേല് ഇത് എന്റെ മോന്, ഇത് അവളെ വൈഫ്. 2 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചു. 2 കൊല്ലത്തിന് മുന്നെയാണ് കല്യാണം. ഇതാണ് കേട്ടോ മകന്റെ ചിത്രമാണ്. ഇതൊക്കെ കല്യാണത്തിന്റെ ഇതൊക്കെയാണ് കേട്ടോ. ഇത് അവരെ വെഡിങ് സെറമണി. ഇതുണ്ടല്ലേ മക്കള്. അത് മക്കളാണ് അങ്കിളിന്റെ. ഇതാണ് അങ്കിളുടെ ഒരു കുടുംബ ചിത്രം. ഈ കുടുംബ ചിത്രം എന്ന് പറയുന്നത് ഇത് അങ്കിളുടെ ഒരു മകൻ, 2ാമത്തെ മകൻ, 3ാമത്തെ മകള്, 4ാമത്തെ മകള്, 5ാമത്തെ മകള്. 5 പേരാണ്. ഒരാള് യുക്രൈനിൽ നിന്നുള്ള ഒരു സ്വദേശിയായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു. ഇത് അങ്കിളും അങ്കിളുടെ ഭാര്യയുമാണ്. പിന്നെ ഇവര് നമ്മുടെ ലിബിയയിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിച്ചു. പിന്നെ ഇത് വേറൊരു മകളാണ്. ഇതിപ്പോ നമ്മൾ കണ്ട ഒരു മകളാണ്. പിന്നെ ഇത് ജർമ്മനിയും സിറിയയും മിക്സ് ആയിട്ടുള്ള ഒരാളാണ്. അത് അങ്കിളുടെ വേറൊരു മകൻ കല്യാണം കഴിച്ചു. ഈ മകൻ കല്യാണം കഴിച്ചത് ഇവിടെ നമ്മൾ കണ്ട ഒരു അമേരിക്കൻ ഇസ്രായേലി ഒരു സ്വദേശിയാണ്. ഇതെന്റെ ചെറുമക്കള് മിക്സ് അങ്ങളുടെ മിക്സഡ് ചെറുമക്കളാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ എന്ത് സ്വീറ്റ്. ഇത് നമ്മുടെ ആന്റിയുടെ സിസ്റ്റേഴ്സും ആണ് കേട്ടോ, മലയാളികൾ. കണ്ടില്ലേ, മൂത്ത മകൻ. അവര് ബേസ് പോലെ ഈ കലണ്ടർ വെച്ചത്. ഇത് രണ്ടാമത്തെ മകൻ. ഇത് മകളെ വൈഫ്. ഇതെന്റെ ഗ്രാൻഡ് സൺ. ഇതെന്റെ മൊറോക്കോ എന്നാണ് കേട്ടോ പുള്ളിക്കാരൻ. ഒരു മകള് കല്യാണം കഴിച്ചത് മൊറോക്കോയിൽ നിന്നാണ്. പിന്നെ ഇത് വേറൊരു, ഇത് യുക്രൈനിൽ നിന്നുള്ള മിക്സ്. ഇത് മൊറോക്കോയിൽ പോയിപ്പോ ഫോട്ടോ എടുത്തത്. മൊറോക്കോയിൽ പോയപ്പോ ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഇവിടെ വന്നില്ലേ, ഇപ്പൊ വന്ന പുള്ളി ലിബിയ. ഇതാണ് ലിബിയക്കാരൻ. ഇപ്പൊ നമ്മൾ വന്ന ചേച്ചിയുടെ ഭർത്താവ്. ഇതെല്ലാം അങ്കിളുടെ ഓരോ ഏതൊക്കെയോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ എനിക്കൊന്ന് കൊച്ചുമകളായിരിക്കണം. ഈ കാണുന്നത് കൊച്ചുമകളായിരിക്കണം. കണ്ടില്ലേ, എല്ലാ ഫാമിലി അവരുടെ ഇത് മകനാണ് കേട്ടോ, ഒരു മകൻ. ഇതാണ് നമ്മുടെ ഇപ്പോഴായിട്ട് കല്യാണം കഴിച്ച ഒരു മകൻ, 2023 അടിപൊളി. നമ്മുടെ കേരളം ഹണിമൂൺ കേരളത്തിലാണോ വന്നത് അങ്കിളുടെ മോൻ? ഹണിമൂൺ കേരളത്തില് ഇന്ത്യാസ് ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ. ഹണിമൂൺ കേരളത്തിലാണ് കേട്ടോ വന്നത്. മൂന്നാർ. അതെ. അയല വറുത്തതുണ്ട്, കരിമീൻ പുറത്ത്. ഇത് ഈ പാട്ട് അറിയാമോ? എനിക്ക് ഓർമ്മ ഉണ്ട്. കൂടെവിടെ കൂട്ടിനരത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞ് തീറ്റ കൊടുക്കാനാൻ കുഞ്ഞ് കിടന്ന് കരയൂലേ, കുഞ്ഞ് നീ തരമോ നിന്നുടെ കയ്യില് നെയ്യപ്പം? ഇല്ല കയ്യില് നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ.
വേറെ ഏത് പാട്ടറിയാം? കുഞ്ഞി കുഞ്ഞി പെണ്ണുങ്ങൾ മുല്ലാച്ചൊട്ടിൽ നിൽക്കുമ്പോൾ അറിയുമോ? ഇല്ല ഇല്ല, ഇതറിയില്ല. ഞമ്മ ഇത് കണ്ണീർ ഇത് യൂതന്മാരെ പാടുന്നു തോന്നുന്നു. ഓക്കെ. ഞാന് ഈ കാക്കെ ചെല്ലിപ്പ ആ ക്രാങ്കില് ഞാൻ വൃത്തിയാക്കാം. അറിഞ്ഞു കുഞ്ഞി കുഞ്ഞി പെണ്ണുങ്ങള് ചെല്ലിപ്പ അറിയാൻ പാടില്ല. ആർക്കും അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. പാടിക്കോ, ഒന്ന് പാടിക്കോ. കുഞ്ഞി കുഞ്ഞി പെണ്ണുങ്ങൾ മുല്ലാച്ചൊട്ടിൽ നിൽക്കുമ്പോൾ കുഞ്ഞി കുഞ്ഞി ആണുങ്ങൾ എന്തി എന്തി നോക്കാണ്. എത്തി നോക്കാണ്. എല്ലാവരും പറയണ് ഞാൻ പെറ്റൊരു കുഞ്ഞെന്ന്. എന്റെ കണ്ണെന്ന് എന്റെ ഉമ്മ പറയണ് ഞാൻ പെറ്റൊരു കണ്ണെന്ന്. കണ്ണമ്മ കണ്ണാടി മുഖത്ത് കണ്ണാടി. അറിയുമോ? അറിയില്ല. ആദ്യമായിട്ട് കേക്കുവാ. ഇസ്രായേൽ വന്നിട്ട് ഞാൻ അറിഞ്ഞുകൂടാത്ത ഒരു പാട്ട് കേട്ടു. ഇനി എന്ത് വേണം? ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുവാണ്. ഞങ്ങളിവിടെ ഒരു വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവക്കാഡോ, പരിപ്പ് വട, ഉള്ളിച്ചട്ടിനി, നമ്മുടെ ഓംലേറ്റ്. എന്ത് വേണോ ഇനി? എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കാം കാപ്പി കൂടെ വേണോന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട. ഇവിടെ വേണ്ട നമ്മുടെ സലാഡ്, മനസ്സിലായല്ലേ? ഇത് നമ്മുടെ തഹിനി. ഞങ്ങൾ പറഞ്ഞു ഇത് മുസ്ലിം ഫുഡാണെന്ന്. അതായത് ഇത് മിഡിൽ ഈസ്റ്റിലെ പണ്ടത്തെ പരമ്പരാഗതമായിട്ടുള്ള ഇതാണ് കേട്ടോ. നമ്മുടെ ഹുമ്മൂസും തഹിനിയില്ലേ, അത് നിങ്ങൾക്ക് പ്രത്യേകം പറയണ്ടല്ലോ. മിഡിൽ ഈസ്റ്റ് ഒക്കെ ധാരാളം ഉണ്ട്. അങ്കിള് കാപ്പി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഞാനെന്താ കാപ്പി പിടിച്ചല്ലേ? അപ്പൊ ഞാനും പിന്നെ സമ്മതം മൂളിയിട്ടുണ്ട് കാപ്പിക്ക്. ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് ഓറഞ്ച് ആണ്. അങ്കിളുടെ മോളെ ഫാമീന്നാ, ഗാർഡനീന്നാ. ഇസ്രായേലിൽ ഓറഞ്ച് ഭയങ്കര ഫേമസ് ആണ്, പ്രസിദ്ധമാണ് സംഭവം. മലയാളം മൂവീസ് I know. Okay. I like to hear a Malayalam language. Okay. മലയാളം നടന്മാരറിയോ? മലയാളം സിനിമാ നടന്മാരൊക്കെ അറിയോ? എല്ലാവരും അറിയാൻ പറ്റില്ല. എനിക്കറിയാം മമ്മൂട്ടിയും ഒരുത്തനും കൊണ്ടുണ്ട് മോഹൻലാൽ. മമ്മൂട്ടിയും മോഹൻലാലും. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാ? മലയാളത്തില് ഒരു മുസ്ലിം സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. നസീറ? ഇല്ല. അയാള് ഈ മുണ്ട് ഇങ്ങനെ എടുക്കുമ്പോ നല്ലോണം മുസ്ലിമിന്റെ മൂവി സ്റ്റാർ മലയാളത്തില്. അതാരാ? കൊമിക്കൻസ് അറിയില്ല. മൂവി സൂപ്പർ സ്റ്റാർ കൊമിക്കൻ മുസ്ലിം. അറിയില്ല. അങ്കിളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മലയാള സിനിമ? എനിക്ക് ഓർമ്മയില്ല. ഒരു മലയാള സിനിമ ഓർമ്മയില്ല? ഞാൻ യൂട്യൂബിൽ എഴുതും മലയാളം സിനിമ, ഏതെങ്കിലുമൊക്കെ വരും. മമ്മൂട്ടിയും മോഹൻലാലും അധികം ഉണ്ട്. മമ്മൂട്ടി മോഹൻലാലും. ഒരെന്താ? ഗ്രീസ്. ഗ്രൂസിയ. റഷ്യയില് ഗ്രൂസിയ എന്ന് പറഞ്ഞ ഒരു കൺട്രി ഇല്ലേ, ഗ്രൂസിയ. ഓക്കെ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് പുള്ളി ഒരു വേറും ഭർത്താവും മലയാളം ഭർത്താവ് നമ്പർ ആകെ അറിയാം ആ സംസാരം കേൾക്കാൻ. അപ്പോൾ ഒരു കിബൂത്സിനായിട്ട് ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ അവള് കേൾക്കണാണ് എങ്ങനെയാണ് വർത്താനം പറഞ്ഞ മലയാളത്തില്. അവൾക്ക് വലിയ അതിശയമായി. എങ്ങനെയാണ് ഞാൻ ഇസ്രായേലിൽ നിന്ന് വേറെ ആൾക്കാരുടെ ആയിട്ട് വർത്താനം പറഞ്ഞേ ഫ്രണ്ട്ലി ആയിട്ട്, മനസ്സിലായി? അങ്കിളിന്റെ മെമ്മറിക്ക് വേണ്ടി എന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ മറക്കരുത്. ഞാൻ ഒരു പ്രാവശ്യം പറയാതെ വരും, അറിയിക്കൂല. ഈ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് കഥ തട്ടും. ഓക്കെ.
അങ്കിളുടെ കലാവിരുതാണ് അല്ലേ? അടിപൊളി. ഒരു ദിവസം വഴിയിൽ ഇങ്ങനെ കിടന്നപ്പോ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് അങ്കിള് കൊണ്ടുവന്ന് വെച്ചതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഐ ആം മോർ ഹാപ്പി ദാൻ യു നോ. ഞാനാണ് കൂടുതൽ സന്തോഷിച്ചത്. ഈ പരിപ്പോട എന്റെ ഭാര്യയുടെ പരിപ്പോട ഞാൻ കൊണ്ടുപോവാം. പരിപ്പോട ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു. അങ്ങള് കേരള ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു. അപ്പൊ ഞാൻ ഇനി ബാഗ് എടുത്തിട്ട് ഞാൻ വിട പറയാണ്. പാക്ക് ചെയ്യട്ടെ, സമയമായി. രാവിലെ വെളുപ്പാലത്ത് 4 മണിക്ക് എണീറ്റതാണ്. ഈ കാണുന്നത് നമ്മുടെ അങ്കിളുടെ ഫാമിലി ട്രീ ആണ്. അതായത് അങ്കിളുടെ അബ, ഉമ്മ, പിന്നെ ഏതാണ്ട് ഓരോ മക്കള് 1 2 3 4 5 6 7 8 9 അവർ 9 മക്കളാണ്. ഓ, ഇത് പുതുതായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയത് കണ്ടില്ലേ? അതിൽ ഓരോ ഫ്ലവറും ഓരോ ആളുകളൊക്കെ വെച്ച്. ഓ, ബിഗ് ഫാമിലി, നൈസ്. അപ്പനെ ഓ, ഇത് അവരുടെ ചിത്രം. അടിപൊളി കേട്ടോ. 1950. ഇത് ഈ കൊല്ലം. ഓ, ഇതിപ്പോ ഈ കൊല്ലത്തില് 2024 2025. താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരൻ വാക്കുകളില്ല കേട്ടോ. ഇതിലുപരി എന്ത് സന്തോഷമാണ് ഇത് കാണുന്ന നിങ്ങൾക്കും എനിക്കും ഒന്ന് സന്തോഷം തോന്നുന്നു എന്ന് തോന്നുന്നു. കാരണം അങ്ങ് നാട്ടിൽ നിന്ന്, തന്റെ നാട്ടിൽ നിന്ന് പണ്ട് എന്താ പറയാ പുറപ്പെട്ടു പോയ നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോ ട്രീറ്റ് ചെയ്ത രീതി മനസ്സിലായില്ലേ? അപ്പൊ കാണാം, ഇനി നമ്മൾ കാണും. 1 or 2 വർഷം കഴിയുമ്പോ ഞാൻ വരും. ചിലപ്പോ 3 വർഷം കഴിയുമ്പോ, ചിലപ്പോ 5 വർഷം കഴിയുമ്പോ. ബട്ട് ഞാൻ വരും. കാണാം കേട്ടോ. ശരി എന്നാ, ടൂതാവാ. അങ്ങ് വരണോ? തിരുവനന്തപുരത്ത് പറ്റുമെങ്കിൽ വരണോ? നമ്പർ ഉണ്ടല്ലോ, മറക്കല്ലോ. അപ്പൊ ഞാൻ അങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ചെറിയ മഴ, ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന മഴ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി ടാറ്റാ, ബൈ. അപ്പോ ഞാൻ അങ്ങനെ പോവാണ് കേട്ടോ. അവരുടെ വീട് വിട്ട് പോവാണ്. ഈ കാണുന്നതെല്ലാം ഇവരുടെ വില്ലേജുകളിലെ വീടാണ് കേട്ടോ. നെവാത്തിം എന്ന് പറയുന്ന ഒരു വില്ലേജിലെ വീടുകളാണ്. പല വീടുകളായിട്ട് ഇവിടെ എല്ലായിടത്തും എനിക്കൊന്ന് ഇവിടെ ഒരു പുതിയൊരു വീട് വെക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ കാണുന്നതൊക്കെ ഇന്ത്യ. Me going to synagogue. Jewish synagogue, കൊച്ചിനി. പണ്ടത്തെ വീടുകൾ പോലെയാണല്ലോ, നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ള വീടുകൾ. ചില വീടുകൾ ഓടിട്ട കണ്ടില്ലേ, ഓട് സ്റ്റൈല്. പുള്ളിക്കാരി ഇങ്ങോട്ടാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് ചോദിച്ചത്. ഇതെല്ലാം കണ്ടില്ലേ, നാട്ടിലെ നമ്മുടെ ശൈലിയിലുള്ള വീടുകള്. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ നിർമ്മിച്ചതാണോന്ന്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കും ഇരിക്കാനുള്ള ഒരു ഇടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അവർ ചെറിയ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുവാണ്. ഞാൻ തിരിച്ച് നമ്മുടെ ഇങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. അതായത് ഒരു ഓൾഡ് പീപ്പിളിൻ്റെ ഒരു ഹൗസ് ഉണ്ട്. അതായത് ഇവർ ചെറിയ ഒരു പേയ്മെൻറ്റ് പൈസ അടയ്ക്കും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഓരോ വീടുകളിൽ കാറ് വന്നിട്ട് ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകും, എല്ലാ വയസ്സായിട്ടുള്ള ആൾക്കാരെ. എന്നിട്ട് അവിടെ പോയിട്ട് ആക്ടിവിറ്റീസ്, അവിടെ ഭക്ഷണം, അവർ കഥ പറച്ചിൽ, മനസ്സിലായില്ല, അങ്ങനെ ഓൾഡ് ഏജ് ഹോമുണ്ട്. അവർ ഫുള്ളായിട്ട് അവിടെ സ്റ്റേ ചെയ്യാറില്ല. പക്ഷേ അതേസമയം എല്ലാ ദിവസവും പോകും, വൈകിട്ട് തിരിച്ച് അവരെ തന്നെ ഈ വണ്ടിയിൽ സ്കൂൾ ബസ് പോലെ വീട്ടിൽ കൊണ്ടാക്കി വിടും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് നല്ലൊരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം. ചില വീടുകളിൽ എന്താ പറയുക, ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല, ആരുമില്ല, ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് അവരുടെ അസുഖങ്ങൾ മൂർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക സംഭവങ്ങളുള്ളത് നല്ലതാണ്. ഞാനങ്ങനെ നമ്മുടെ കൊച്ചിൻ ജൂയിഷ് ഹെറിറ്റേജ് സെൻറ്ററിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയും ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഹോടൊക്കെ വെച്ച് ഒരു നാട്ടിൻ്റെ ഒരു ആകൃതിയിലാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു ട്രഡീഷണലാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനിപ്പോൾ നോക്കട്ടെ. യെസ്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്നത് നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ പഴദേശി സിനഗോഗാണ്. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചി ജ്യൂസ് ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കുമ്പോഴുള്ള അവരുടെ എഗ്രിമെൻറ്റും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ അന്നത്തെ കൊച്ചിയിൽ നിന്ന് വന്ന ആൾക്കാരുടെ ചിത്രങ്ങളാണ്. പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിക്കാരാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ മലയാളികൾ കണ്ടില്ലേ.
ഇവർ നമ്മുടെ വെസ്റ്റേൺ വാളിലൊക്കെ പോയി എടുത്ത ചിത്രങ്ങളാണ് കേട്ടോ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ ചിത്രങ്ങളാണ്, പഴയകാല ചിത്രങ്ങൾ. നമ്മുടെ സെൻറ്റ് ആൽബർട്ട് സ്കൂള്, അങ്ങനെ കുറേ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളൊക്കെയാണ്. ഹിബ്രുവിലുള്ള കുറച്ച് പുസ്തകങ്ങളും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കൊച്ചിക്കാരിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ജൂതന്മാർ ഉപയോഗിക്കുന്ന തൊപ്പി കീപ്പ, അതാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓ, യു ആർ ആൾസോ കൊച്ചിനി? Yes, of course. Why you not see me? Yeah, I understood. Yeah, I'm Cochinese. Kochini. So your parents came from? My parents came from Cochin. Ima from Parur. From? Village. No, Paravur. Mala. Yes, father from Parur. Paravurum, Malayum. Yeah. Yes, we say Parur and Mala. Mala. Okay. So you know anything in Malayalam? Yes, I know. Say something, please. What I say? നല്ലതായി കാണാൻ വേണ്ടി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? But it's a word, it's difficult word. പറയാൻ വേണ്ടി നോക്കണം എന്താണ് പറയാൻ വേണ്ടി. അപ്പൊ എനിക്കറിയാമല്ല. Now I don't know. Oh, okay. But So sweet. But I can say that welcome. I will say ഇഷ്ടം to come to see. നല്ലതായിട്ട് കാണാൻ വന്നോളൂ. No, because something like this. Okay. What's your name? Mira. Nice to meet you. Nice to meet you. I'm Mahin. Yes, Nice to meet you. Thank you. Have you been to Kerala? Yes, of course. But Okay. it was many years ago. How did you feel Kerala? How Very did you nice. find it? We want to come back. Okay. We want to see again, of course. When you come next It's time? not, when you come the first time, it was a little bit. You don't know what you want to see. You know where parents are live, where everything that we know. But now we know that we want to see more things inside. Then we maybe. Yeah. Next time, let me know when you come. Year. Visit my house. Came next year we want it. Oh, is it? She came from Chenamangalam. ചേരമംഗലം. And this synagogue is from there. ഓ, ചേരമംഗലത്തെ She memorial. She made this. ഒരു പുള്ളിക്കാരി ചേരമംഗലത്ത് നിന്ന് വന്നതാണ്. അപ്പൊ അന്നത്തെ അവിടത്തെ സിനഗോഗ് പുള്ളിക്കാരിയുടെ മെമ്മറിയിൽ ഉണ്ടായിരുന്നത് വരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ അവരുടെ ഓഫീസ് മുറിയാണ്. ഇവിടെ നമ്മുടെ അതിന്റെ കുറച്ച് ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ അതിന്റെ കുറച്ച് പുസ്തകങ്ങൾ. ഇത് നമ്മുടെ കൊച്ചിക്കാര് പണ്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സായിരുന്നു. അതായത് നമ്മുടെ മലയാളി ജൂതന്മാരുടെ പഴയ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ ഈ കാണുന്നത്. This is my granddaughter. Oh, your granddaughter make it? Yes, they make this. They come here and they dress them. പുള്ളിക്കാരിയുടെ ഗ്രാൻഡ് ഡോട്ടർ മേക്ക് ചെയ്തതാണ് കേട്ടോ. അടിപൊളി. ഈ ചിത്രങ്ങളെല്ലാം നമ്മുടെ പണ്ട് കേരളത്തിലുണ്ടായിരുന്നപ്പോൾ എടുത്ത ചിത്രങ്ങളാണ്. ഇത് കണ്ടോ, ഇതെല്ലാം പണ്ടത്തെ നമ്മുടെ കമ്പ്യൂട്ടർ സമയമാണോ? പുറകിൽ ആരുടെ ഫോട്ടോയാ? നൈസ് കേട്ടോ, നമ്മുടെ മുണ്ടൊക്കെ എടുത്തിരിക്കുന്ന ആളുകൾ. ഈ കാണുന്നത് നമ്മുടെ പണ്ട് നോർത്ത് പറവൂരിലെ നമ്മുടെ ജൂയിഷ് വെൽഫെയർ സൊസൈറ്റി ബിൽഡിംഗിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. കണ്ടില്ലേ? ദ ജൂയിഷ് വെൽഫെയർ സൊസൈറ്റി, നോർത്ത് പറവൂർ, സൗത്ത് ഇന്ത്യ. കണ്ടോ, അന്നത്തെ കുറെ ചിത്രങ്ങളാണ് അന്നത്തെ ആളുകളുടെ. ഈ കാണുന്നത് അന്നത്തെ ഏതോ നമ്മുടെ നാട്ടിലെ ജൂത ആളുകളുടെ സംഗമമോ പള്ളിയിൽ എന്തോ പരിപാടിക്കൊക്കെ എടുത്ത ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ പണ്ടത്തെ ഒരു അമേരിക്കക്കാരൻ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അന്നത്തെ സിനഗോഗുകളെല്ലാം സന്ദർശിച്ച് വരച്ച പെയിന്റിംഗ് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ. ഇത് നമ്മുടെ പരദേശി സിനഗോഗ്. ഇത് പണ്ടത്തെ സെന്റ് ആൽബർട്ട് സ്കൂളിൽ അവിടുത്തെ ഒരു ABCD മലയാളം എന്തോ ഒരു പുസ്തകമാണ്. അതായത് നമ്മുടെ ഡിക്ഷണറി പോലുള്ള സംഭവമാണ്. ഹിബ്രു മലയാളം പരിഭാഷകള്. കണ്ടില്ലേ? ഇവിടെ അമ്മാമായി, വിലപിക്കുക, വിലാപം, നിരസിക്കുക, വേദി, കട, അതിന്റെ ഇംഗ്ലീഷ്, അതിന്റെ ഹിബ്രു ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശല്യപ്പെടുത്തുക, കൂട, ആര്. വാവ്.
ഇത് ഈ വർഷം അവരുണ്ടാക്കിയ പുസ്തകമാണ് ബ്ലൂ ബട്ടർഫ്ലൈ ഓഫ് കൊച്ചിൻ. അതായത് ഒരു പെൺകുട്ടി താൻ കേട്ട് വളർന്ന പണ്ടത്തെ അവരുടെ എന്താ പറയാ നാട്ടിലെ കൊച്ചിയിലെ സിനഗോഗിന്റെ കഥയാണ്. അതായത് പ്രോബബിളി സം ഗ്രാൻഡ് ഡോട്ടേഴ്സ്. No, it's again, they speak about the This girl imagination about in in Cochin. They came here to Israel, Ah. and she missed the Cochin, they missed the synagogue, Oh. the community there. ഏതോ പണ്ട് വന്ന ഒരു പെൺകുട്ടി അന്ന് കൊച്ചിയിൽ നിന്ന് കുടിയേറി വന്ന വളരെ ചെറിയ പ്രായത്തിൽ അവളുടെ ഇമാജിനേഷനിലുള്ള ഇതിന്റെ കഥയാണ് കേട്ടോ നമുക്ക് ഈ കാണുന്നത്. പണ്ടത്തെ പ്രാർത്ഥന, പണ്ടത്തെ നാട്ടിലെ ദേവാലയം എങ്ങനെയായിരുന്നു, ആ ഒരു പെൺകുട്ടിയുടെ കഥയാണ് കേട്ടോ. അതിന്റെ ഇമാജിനേഷന്റെ ഒരു സ്റ്റോറി നമുക്കിവിടെ ചിത്രങ്ങളിലൂടെ കണ്ടില്ലേ. അവര് ഇത് വലിയൊരു സ്റ്റോറിയാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരി ചിന്തിക്കുന്നത് നമ്മുടെ തോറ, പിന്നീട് അവര് പാക്ക് ചെയ്ത ഈ ഒരു ട്രേ പറയുന്നത് ഹമോത്തോസി എന്നാണ് കേട്ടോ. ഹമോത്സി കണ്ടില്ലേ, അടിപൊളി കേട്ടോ. ഇതൊക്കെ അവരുടെ അന്നത്തെ സ്യൂട്ട് കേസ് സംഭവങ്ങള്. അപ്പോൾ പിന്നീട് അവര് നാട് വിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് അവര് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയൊരു രാജ്യത്തോട്ട് വന്നു. ഇസ്രായേൽ രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ വന്നു എന്ന് തോന്നുന്നു. പിന്നീട് അവര് പണ്ടത്തെ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെ വരയ്ക്കുന്ന അങ്ങനത്തെ ഒരു ചെറിയൊരു കഥയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള കഥയാണ്. ഞാൻ തന്നെ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, വായിക്കാതെ നിങ്ങൾക്ക് ഞാൻ പറയുവാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ. അടിപൊളി. ഈ കാണുന്നതാണ് നമ്മുടെ ജൂത വിശ്വാസത്തിൽ അവർ ഡോറിൽ വെക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ അവരുടെ ഡോറിൽ നിന്ന് വലിച്ചൂരിയ സമയത്ത് പുള്ളിക്കാരി വിഷമിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുവാണ്, നമുക്കിത് പോയിട്ട് നമ്മുടെ പുതിയ ലാൻഡിൽ, പുതിയ വീട്ടിൽ, ഇസ്രായേലിലെ പുതിയ വീട്ടിൽ നമുക്ക് ഇടാന്ന് നമ്മുടെ ലേഹിന്റെ ഫാദർ പറയുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ലേ കണ്ട കാഴ്ചയാണ് അവളുടെ അമ്മ ഇരുന്ന് കരയുന്നത്. അതായത് പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പല ആളുകൾക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ജനറേഷനല്ല, പണ്ട് നാട്ടിൽ ജനിച്ച് വളർന്ന് കുറേ വർഷങ്ങളായിട്ട് ജീവിച്ചിട്ട് 50 കാലഘട്ടത്തിലൊക്കെ വിട്ട അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ് കേട്ടോ. കണ്ടില്ലേ. എന്നിട്ട് ലേ ചോദിക്കുവാണ്, ഈസ് ദാറ്റ് ഇസ്രായേൽ ഉമ്മ ഇതാണോ നമ്മുടെ ഇസ്രായേൽ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു കഥയാണ് കേട്ടോ. മെഡിറ്ററേനിയൻ സീയിലൂടെ പറന്നു പോയിരുന്ന സമയത്ത് അപ്പോൾ ലേയുടെ അമ്മ പറയുവാണ്, അതെ ഇതാണ് മക്കളെ നമ്മുടെ ഹോളി ലാൻഡ്, നമ്മുടെ ആളുകളെല്ലാം നമ്മുടെ നാട്ടിലോട്ട് തിരിച്ച് വരുവാണെന്നുള്ള രീതി കേട്ടോ. എനിക്ക് എന്താ പറയാ മറ്റേ ഒരു നമ്മുടെ ദേഹത്ത് മറ്റേ ഇത് പിടിക്കൂലേ, അതായത് ഒരു റൊമാൻറ്റിഫിക്കേഷൻ പിടിക്കൂലേ, അതാണ് കേട്ടോ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നത്. അതിലാദ്യം അവർ വന്നപ്പോൾ ലേയും ലേയുടെ ഫാമിലിയും മൊഷാവ് നെവാത്തിമിൽ സെറ്റിൽ ചെയ്തു. പിന്നീട് ലേ പുതിയ നെയ്ബർഹുഡ് അവർ എൻജോയ് ചെയ്തു. പക്ഷെ അവൾ ഇന്ത്യ മിസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിനഗോഗിലെ മലയാളം ലാംഗ്വേജും അതിൻ്റെ റിതമൊക്കെ അവൾ മിസ് ചെയ്തു. ഹിബ്രു പഠിക്കാൻ വലിയ പാടായിരുന്നു. അപ്പോൾ നമ്മുടെ സീ ബ്രീസ്, നമ്മുടെ കടലിൽ നിന്ന് വരുന്ന എന്താ പറയുക ആ ഒരു ബ്രീസും അതിൻ്റെ മോയ്സ്ചറൈസൊക്കെ മിസ് ചെയ്തു. ഇസ്രായേൽ ഡെസേർട്ട് വാസ് സോ ഹോട്ട് ആൻഡ് ഡ്രൈ. ഇസ്രായേലിലെ ഡെസേർട്ട് വളരെ ചൂടും ഡ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ കോക്കനട്ട് ട്രീയുടെ ഷെയ്ഡ് മിസ് ചെയ്തു. ഏൻഷ്യൻ സിനഗോഗ് ഇത് മിസ് ചെയ്തു. അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ മലയാളികൾ വന്നപ്പോൾ പണിയെടുത്ത മേഖലകളിലെ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ്. ആദ്യം കൃഷിയിടങ്ങളിൽ കർഷകനായിട്ടും കണ്ടില്ലേ അന്നത്തെ കൃഷിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അവർ കറങ്ങാൻ പോയ അതിൻ്റെ ചിത്രങ്ങളും അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടില്ലേ. ഡെഡ് സീ. ഈ കാണുന്ന കുറേ ചിത്രങ്ങളൊക്കെ നമ്മുടെ അന്ന് പണ്ടത്തെ കേരളത്തിൽ നിന്നുള്ള ഫാമിലീസിൻ്റെ ആയിരുന്നു. കേരളത്തിലുള്ള നമ്മുടെ പ്രീസ്റ്റുകളും അവിടുത്തെ കുട്ടികളും നമ്മുടെ അതിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് കണ്ടോ. ഇത് എനിക്ക് തോന്നുന്നു കല്യാണമാണോ. ഇതൊന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചിത്രമാണ്. ഇവിടെ നമ്മുടെ ജൂയിഷ് വെൽഫെയർ സൊസൈറ്റിയുടെ കുറച്ച് ചിത്രങ്ങൾ. ഇങ്ങനെ പണ്ടത്തെ നമ്മുടെ മുണ്ടും സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന കുറേ ചിത്രങ്ങൾ കണ്ടില്ലേ. മനോഹരം കേട്ടോ. ഇത് ഓരോ ഫാമിലീസാണ് കേട്ടോ. ഓരോ ഫാമിലികൾ പണ്ടത്തെ അന്നത്തെ അവരുടെ ചിത്രങ്ങൾ അതെല്ലാം ഇവിടെ അവരൊരു പുസ്തകങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്.
ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ തിരിച്ചു പോയിട്ട് അവിടുത്തെ കഥ എഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെ കുറേ ഇതാണ് കേട്ടോ. ദ ജ്യൂസ് ഓഫ് കൊച്ചിൻ, ഇൻ സെർച്ച് ഓഫ് ഫ്രൂട്ട്സ്. പിന്നെ ചില ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഇത്, അങ്ങനെ ധാരാളം പുസ്തകങ്ങളാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. ഞാൻ കുറേ നേരമായിട്ട് ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഞാൻ ഉള്ളിലോട്ട് പോയി കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പണ്ടത്തെ കഥകളും സംഭവങ്ങളൊക്കെ എഴുതി, പണ്ടത്തെ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, പണ്ടത്തെ കേരളം. നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. പണ്ടത്തെ ട്രാവൻകൂർ, തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരവും നമ്മുടെ എറണാകുളത്തിൻ്റെ ഈ ഒരു ഭാഗം എല്ലാം നമ്മുടെ തിരുവിതാംകൂറായിരുന്നു. ഇത്രയും വലുതായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മുടെ കൊച്ചിൻ അന്നത്തെ ഭാഗം. കൊച്ചിനിൽ പാലൂർ, ഇവർ പാലൂർ എന്നാണ് പറയുന്നത്. പിന്നെ മാള, ക്രാങ്കന്നൂർ, ചടമംഗലം, പിന്നെ കൊച്ചിൻ, എറണാകുളം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൊച്ചിയിലെ ജൂതന്മാർ, ജ്യൂസ് ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇവിടെ അവർ നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെയാണ്. ഇതെല്ലാം തന്നെ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നീട് അത് മ്യൂസിയത്തിലേക്ക് മാറ്റി വയ്ക്കുകയായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ പണ്ടത്തെ മുണ്ടും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന സ്ത്രീ, നമ്മുടെ തേങ്ങാച്ചരവ, അത് പുതിയതാണ്. പക്ഷേ ഇത് നമ്മൾ ഇടിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രം, ഇടിയപ്പ പാത്രം, അതുകൊണ്ട് പലതരത്തിലുള്ള ഉരുളികൾ. അടിപൊളി കേട്ടോ. പണ്ടത്തെ പൊട്ടുപറ്റി, ഈ ഇത് കാണുന്നത് പണ്ടത്തെ പൊട്ടുപറ്റിയാണ്. പിന്നെ ഇത് മറ്റേ ഓരോ സംഭവങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഇവർ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്നല്ലോ. പണ്ട് മാങ്ങയും സംഭവങ്ങളൊക്കെ മാർക്കറ്റിലിട്ട് വിൽക്കുന്ന കാഴ്ചകൾ, ഒരു മാർക്കറ്റിന്റെ ഒരു ചിത്രമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ മീൻ ചന്തയാണ് ഈ കാണുന്നത്, നമ്മുടെ മീൻ ചന്ത. പിന്നെ ഇതൊക്കെ ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചിയിലെ ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരി നമ്മുടെ ഗാർമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെയാണ് പഴയ കാലത്തെ. ഇവിടെ പണ്ട് കാലത്തെ ഡ്രസ്സ്, പിന്നെ പാത്രങ്ങൾ, അവരുടെ ചില പെട്ടികൾ, സംഭവങ്ങൾ. നമ്മുടെ ആണുങ്ങളുടെ വേഷം ഇങ്ങനെയാണ്. തലയ്ക്ക് മുകളിൽ കീപ്പ, സ്ത്രീകൾ തലയ്ക്ക് മുകളിലൂടെ ഇത്, പിന്നെ ഇതും നമ്മുടെ ബ്ലൗസും സംഭവങ്ങളൊക്കെയാണ്. ആണുങ്ങൾ നമ്മുടെ ജുബ്ബ പോലുള്ള ഡ്രസ്സ്. പിന്നെ ഇത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന തോറയാണ് കേട്ടോ. അതിൻ്റെ ഇവിടെ അവർ കാണിച്ചു വെച്ചിരിക്കുകയാണ്. തോറ കേസ് അഡോൺ വിത്ത് ദ ചെയിൻസ്. ഇതൊക്കെ അവർ ഫെസ്റ്റിവലിന് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. അതായത് ജൂയിഷ് പ്രധാനപ്പെട്ട കുറേ ഫെസ്റ്റിവലുണ്ട്. ആ കുറേ ഫെസ്റ്റിവലിനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന അവരുടെ ഡ്രസ്സും പടച്ചട്ടയും സംഭവങ്ങളൊക്കെയാണ്. ഗ്രീനിലുള്ളത് നമ്മുടെ വൈറ്റ് ടോപ്പ്. ഇവിടെയും നമ്മുടെ പണ്ടത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് ഈ കാണുന്നത്. നമ്മുടെ ജൂത കല്യാണത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ഡ്രസ്സ്. പിന്നെ പണ്ടത്തെ പെട്ടികൾ, അതെ നമ്മുടെ വെഡ്ഡിങ് കോസ്റ്റ്യൂമാണ്. ഫാൻസി കോപ്പീഡ് ബട്ട് മനാറ. പണ്ടത്തെ പഴയകാല ഒരു കേരളത്തിന്റെ ഒരു ചിത്രം. വാവ്, എന്ത് മനോഹരമായിരുന്നു അല്ലേ നമ്മുടെ കേരളം. ഇപ്പം ആളുകൾ ഈ വേസ്റ്റൊക്കെ ഇട്ട് മോശമാക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും വേസ്റ്റ് ഒന്നും ഇടരുത് കേട്ടോ. ഇത് നമ്മുടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റിന് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ ലൈറ്റ് ഇത് കത്തിച്ചിട്ട് അതിൽ അവർ വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ കൊച്ചി സിനഗോഗിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പരദേശി സിനഗോഗിലൊക്കെ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ എൽഡർലി ക്ലബില്ലേ അങ്ങോട്ട് ഞാൻ പോവാണ്. ഇവരുടെ വയസ്സായിട്ടുള്ള ആളുകളെയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാനോ വേറൊരു പ്രാവശ്യം വരാം. ആദ്യം ദിവസം ഉണ്ടാവില്ല. ഇല്ല, ഇന്ന് പോവും. അയ്യോ, പിന്നെ പോയിട്ട് പിന്നെ വന്നിട്ടെന്തോ വന്നിട്ടോ നോക്കാം. അയ്യോ, കണ്ടിട്ടൊക്കെ പോ, വീടൊക്കെ കണ്ടിട്ടോ. വരാം. ഇവിടെ കാണാൻ വേണ്ടി വന്നത്, അമ്മുമ്മയൊക്കെ കാണാൻ വേണ്ടി വന്നതാ. കൊച്ചിക്കാരെ കാണാൻ വേണ്ടി വന്നതാ. കൊച്ചി മിസ് ചെയ്യുന്നുണ്ടോ? കേരളം മിസ് ചെയ്യുന്നുണ്ടോ? കേരളം ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മ. പേരെന്താ? കിറ. എന്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം വന്ന് 2 ദിവസം ഇവിടെ നിന്നിട്ട് പൊക്കിയൂടെ എന്ന് എന്റെ അടുത്ത് മുത്തം കൊടുക്കാനൊക്കെ പറയാൻ കേട്ടോ. എനിക്കൊരു മുത്തം
Anak roti timunato. Oi, sasala timunato. കേരളത്തിലുള്ള ആളുകളുടെ അടുത്ത് ഹായ് പറ. Shalom. മലയാളത്തിൽ പറ. തൊതാറപ്പാ വന്നത് വന്നതിന് നല്ലത് ഇവിടെ വന്നത് ഞങ്ങളെല്ലാവരെയും കണ്ട് ഞങ്ങക്ക് ചമ്മയാ ഞങ്ങക്ക് ഇഷ്ടായി എല്ലാവരും വന്ന് കണ്ടപ്പാ ദിവസേതോ എന്തായിരുന്നു മുട്ടക്കച്ചവടം കോഴിക്കച്ചവടം ആർക്കായിരുന്നു? ആബാക്ക് കൊച്ചിയില് മുട്ടക്കച്ചവടവും കോഴിക്കച്ചവടവും ഒക്കെ ആയിരുന്നു കേട്ടോ. എത്രാം വയസ്സിലാ ഇങ്ങോട്ട് വന്നത്? ഞാനും കൂടെ വന്ന് 14 വയസ്സില്. 14 വയസ്സില്. ഇപ്പൊ എത്ര വയസ്സായി? 65. അധികം കൊല്ലായില്ലേ വന്നിട്ട്? അധികം കൊല്ലായി. ഇസ്രായേൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓ, അടിപൊളി അറിയില്ല ഇവർക്ക്. എന്റെ പൊന്നെ വന്ന് കൊള്ളയിലപ്പോ രാജ്യം ഞങ്ങളെ രാജ്യം എന്ത് തോവ് എന്റെ ഒലിക്ക് കൊത്തിയ. കേരളമാണല്ലേ ഇഷ്ടം? കേരളം അടിപൊളി. കേരളം കൊള്ളാം. ആബച്ചിലിനെ തറച്ചാമാ എന്റെ അബ്ബ മരിച്ചത് നാട്ടിലാണ്. നാട്ടിലാണോ മരിച്ചത്? അയ്യ മുട്ടക്കച്ചവടം തന്നെ, മുട്ടക്കച്ചവടം കോഴിക്കച്ചവടം. ഇവിടെ വേറൊരു മലയാളി ചേട്ടനുണ്ട്. ചേട്ടാ ഹായ്. അജിത് ചേട്ടൻ. ഇവിടെ ഒരു കർണാടക ചേട്ടൻ. ഹായ്. എന്തുണ്ട്, സുഖല്ലേ? ചേട്ടന്റെ പേരെന്താ? ബിജു. ഇവർ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ. കൊറേ മലയാളികളുണ്ട് കേട്ടോ. ഫുള്ള് മലയാളികളാണല്ലോ. അമ്മൂമ്മ എന്നെ സ്നേഹം കൊണ്ട് എനിക്ക് കണ്ണീന്ന് വരെ വെള്ളം വരുവാണ് കേട്ടോ. അയ്യോ പാവം. എന്ത് സ്നേഹം കേട്ടോ. അതായത് സുഖല്ലേ? മലയാളം പറയോ? അറിയാം. ഉമ്മ പഠിപ്പിച്ച് എല്ലാം അറിയാം. ഇവിടെ നമ്മുടെ അമ്മൂമ്മമാരാണ് കേട്ടോ. പണ്ടത്തെ അമ്മൂമ്മമാര്. അവരുടെ ക്ലാസ് മുറിയും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കൊറേ പേരുണ്ട്. ഇവിടെ സന്തോഷമാണോ? പിന്നെ ചിലപ്പോ ഈ തൊമ്പുലത്തുണ്ട്. ഈ തൊമ്പുലത്തൊന്നും അറിയാമോ? ഇങ്ങനെ കൈ കൊണ്ട് ഇതൊക്കെ കാണിക്കല് റെഗുലായി. അമ്മയുടെ പേരെന്താ? സാറ. മലയാളം അറിയോ? എന്റെ അടുത്ത് പറയാ. നന്ദി. ഒന്ന് മതി. അമ്മമ്മ 2 എണ്ണം തന്നപ്പോ പറയാണ് എല്ലാവർക്കും വേണ്ടേന്ന്. അപ്പൊ പറഞ്ഞു അവിടെ ചവറ് പോലെ കിടക്കുവാണെന്ന്. എന്താ മനസ്സിലായില്ല? ബാത്തിന്റെ അല്ലേ ബാത്ത്. എന്റെ മോളിന്റെ മോള് വേലെടുക്കുന്ന അവിടെയാണ് വേലെടുക്കുന്നത്. എനിക്ക് ഓറഞ്ചൊക്കെ തന്നു. താങ്ക് യു കേട്ടോ. ഓറഞ്ച് മറക്കൂല. ഇവിടെ വേറെ ഒരു ആന്റി ഉണ്ട്, അമ്മമ്മ ഉണ്ട്. എന്തുണ്ട്, സുഖല്ലേ? എന്തുണ്ട് വിശേഷം? എല്ലാം നല്ലത്. മലയാളമൊക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ടല്ലോ. മലയാളം അറിയാം. കേരളത്തിൽ പോയിട്ടുണ്ടോ പിന്നീട്? പോയിട്ടില്ല. പോണ്ടേ? പോണ്ട. ഞങ്ങളുടെ രാജ്യം മതി. ഞങ്ങളുടെ രാജ്യം എനിക്ക് ഇഷ്ടമുണ്ട് കാണാൻ വേണ്ടി. ഞങ്ങൾ പറ്റിയ രാജ്യമല്ലേ. എന്താ ചോദിച്ചേ? കല്യാണം കഴിച്ചിട്ടില്ല. പഠിക്കണം. എനിക്കൊരു പെണ്ണ് നോക്കി തരോ? ഒരു കൊച്ചിനെ കൊടുക്കും. കൊച്ചിനെ അവിടെ ഉണ്ട്. അവിടെ ഇല്ലാന്ന് കൊച്ചിയിലുണ്ടല്ലോ. ഇവിടെ ഉണ്ട്. 6 പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ മുസ്ലിം. എന്തുണ്ട് വിശേഷം? പേരെന്താ? എന്താ? ഞാന് തിരുവനന്തപുരം. എന്താ? ഞാന് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. എന്താ? ഇസ്രായേൽ ചുറ്റാൻ വേണ്ടി വന്നത്. എന്താ? ആദ്യമായിട്ടാ ഒറ്റയ്ക്ക്? അതെ, ഒറ്റയ്ക്ക് ചുറ്റി ഇപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ.
മാറിപ്പോകും. ഇവരുടെ മലയാളം കുറച്ച് പഴയതാണല്ലേ? പഴയതാ. അങ്ങള് എന്തുണ്ട്, സുഖമല്ലേ? സുഖം തന്നെ. എന്തുണ്ട് വിശേഷം? നല്ലത്. നല്ലത് തന്നെ. കേരളത്തിൽ നിന്ന് വന്നതാ. നിങ്ങൾ ഏതായിരുന്നു പറഞ്ഞത് മലയാളം? എന്താ? നമ്മള് പുതിയ മലയാളം. പുതിയ മലയാളം. അങ്ങള് പഴയ മലയാളം, ഞാൻ പുതിയ മലയാളം. അപ്പൊ വ്യത്യാസമുണ്ട്. ആ അപ്പൊ നിങ്ങ ഇവിടെ വരുമ്പോ വർത്താനം പറയുമ്പോ കാശ് തരണം. നിങ്ങ എനിക്ക് മലയാളം അടിപൊളിയായിട്ട് പറയണു. ചെറുപ്പത്തിൽ 8 വയസ്സിൽ ഞാൻ ഇസ്രായേലിൽ വന്നു. 8-ാം വയസ്സിൽ ഇസ്രായേലിൽ വന്നു. അപ്പൊ എനിക്ക് വാവാക്കുമ്മാക്കും ഇവിടുത്തെ അറിയാൻ പാടില്ല. ബാവാക്കും ഉമ്മാക്കും ഹിബ്രു അറിയാൻ പറ്റില്ല. അവരായിട്ട് വർത്താനം പറഞ്ഞ് അവരെങ്ങനെ പഠിപ്പിച്ച് മലയാളം മലയാളം അവരായിട്ട് വർത്താനം പറഞ്ഞ് മലയാളം അവര് പഠിപ്പിച്ചാന്ന്. അപ്പൊ പഠിച്ച് വർത്താനം പറയാൻ മാത്രം അറിയാവൂ. എഴുതാനും വായിക്കാനും പറയാനും. ഏതാനും വായിക്കാനാണ്. എന്തെങ്കിലും മലയാളികളുടെ അടുത്ത് പറയണോ? എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ. പറഞ്ഞോ. കൊച്ചിയിലുള്ളവരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. കൊച്ചിക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയണോ? നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കൊച്ചി. അവിടുത്തെ ആൾക്കാർ നിങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് ആൾക്കാർ. അവരെ കാണുമ്പോൾ എന്തെങ്കിലും പോയി എന്ന് വലിയ സങ്കടമായിട്ടൊക്കെ പറയും. അതുപോലെ നിങ്ങൾക്കും അവരെ കൊച്ചിക്കാര മലയാളക്കാരൊക്കെ ഇഷ്ടം, വലിയ ഇഷ്ടമാണ്. അവിടെ എപ്പോൾ പോയാലും അവർ ഇഷ്ടപ്പിടിക്കും. അവർ സ്ഥലവും പറയും. നിങ്ങൾ പോയതെന്തേ, ഇവിടെ എന്ത് കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്നാ പറയും, ഇസ്രായേലിൽ വന്നത് നിങ്ങളുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇസ്രായേൽ ലോ ബെങ്കുറിയോൻ നിങ്ങളുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ ഭരണം, ഇസ്രായേൽ യൂദന്മാരെ നാടാണ്. അതുകൊണ്ട് അബ്രഹാം അബീനു, യാക്കോബ് അബീനു, അവർക്ക് എൻ്റെ പേര് അബ്രഹാമാണ്. അബ്രഹാം അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെ ആ സമയത്ത് ഇസ്രായേൽ വന്നപ്പോൾ 47 ഇസ്രായേൽ വന്ന്. അപ്പോൾ കേട്ടപ്പോൾ അങ്ങക്ക് വലിയ സന്തോഷമായിട്ട് ഇസ്രായേൽ സമയത്ത് ഇപ്പോൾ ഇസ്രായേൽ 54 ഇസ്രായേൽ ഇങ്ങോട്ട് വന്നു. അതിനുശേഷം 3 പ്രാവശ്യം കേരളത്തിൽ പോയിട്ടുണ്ടല്ലേ? 3 പ്രാവശ്യം കേരളത്തിൽ സന്തോഷമുള്ള കേരളമാണ്. എല്ലാ സ്ഥലത്തും പോയി കണ്ട്. ചെറുപ്പത്തിൽ കേരള പിടിക്കാനില്ല. പാരഡൈസ് കേരളനെ പിടിക്കാനില്ല. എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടും കേരളനെ പിടിക്കാൻ സ്ഥലമില്ല. നിങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒരു സന്തോഷം പറയുന്നത്. ഇനി പോണെന്നുണ്ടോ? ഉപ്പ് കാലൊക്കെ ഒടിഞ്ഞു കിടക്കുന്നത്. കുഴപ്പമില്ല, അവര് വന്നോളൂ. നിങ്ങളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ ഇവരുടെ കൂടെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. അവർക്കും ഹാപ്പി ആവും, അവര് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ കാണാൻ. Maybe I'll come with you. I put it here because it's പുള്ളിക്കാരി താമസിക്കുന്നത് സദേ ബക്കോർ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. അതായത് നമ്മുടെ ആദ്യത്തെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി നമ്മുടെ ബെൻഗുരിയോൻ ഇല്ലേ, പുള്ളിക്കാരൻ്റെ ജന്മസ്ഥലമാണ് കേട്ടോ. ബെൻഗുരിയോൻ ആക്ച്വലി കുറച്ച് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു. പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലീഡർ കൂടിയായിരുന്നു. ഇവിടെ ഉള്ള സ്ഥലം ഭയങ്കര അവർക്കൊക്കെ എന്ത് സ്നേഹമല്ലേ, ഭയങ്കര സ്നേഹം കേട്ടോ. എല്ലാവരും അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര സ്നേഹം. പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നു. ഒരു അമ്മച്ചി അയ്യോ അവര് പറഞ്ഞു 2 ദിവസം നിന്നിട്ട് ഇപ്പോൾ ഓറഞ്ച് ഇടും, 1 അല്ല 2 ഓറഞ്ച് ഇട്, നീ കൊണ്ടുപോകും. എന്ത് സ്നേഹമായിരുന്നു. അപ്പോൾ ഇവര് ഇത് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണോ? ഇതെന്താ സംഭവം? ഈ ഒരു റൂം ഫുള്ള് ഇവരുടെ എന്താ പറയാ, ഇങ്ങനെ വയസ്സായവര് തന്നെ അതിൽ നിന്ന് അധികം വയസ്സായാത്ത ആളുകൾ ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇവരുണ്ടാക്കിയ സംഭവങ്ങളാണ്. അങ്ങനത്തെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെ 2 ആൻറ്റിമാർ എന്നിട്ട് കുറേ ചിത്രങ്ങൾ വരച്ചതും കുറേ ഇവിടെ ഉള്ള ആളുകളൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തയ്യൽ മെഷീനുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ?
എത്തി എത്തി. മലയാളം അറിയോ? ഇത്തിരി അറിയാം. ഇത്തിരി അറിയാം. ഇത്തിരി എന്താ ചെയ്യുന്നത് ഇവിടെ? קרמיקה, איך אני אומרת את זה? חוגילה, חוג, ഇത് ബച്ചക്ക് കളിമണ്ണ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി പെയിന്റ് അടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ജോലിക്ക് വന്ന അല്ല കറങ്ങാൻ വന്നതാ, നിങ്ങളെ കാണാൻ വേണ്ടി വന്ന. നമ്മ 2 പ്രാവശ്യം കയറി പോയിട്ടുണ്ട്. കിടാങ്ങൾക്ക് വലിയ ഇഷ്ടം. കിടാങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കണ്ടപ്പാ കേരളം എങ്ങനെയുണ്ട്? ചെല്ലങ്ങളും എങ്ങനെയാ നമ്മുടെ പേരൻസ് ഇട്ടോണ്ട് വന്ന ഇങ്ങോട്ട്. അതെ നല്ല സ്ഥലം. ഓ, കേരളത്തിൽ പോണോ? പിന്നെ നമ്മുടെ വലിയ പിന്നെ പോയിട്ടും പിന്നെ മിൽഹാമ വന്നു. എവിടെയാ ജനിച്ചത്? നാട്ടിലോ ഇവിടെയോ? കേരളത്തിലോ ജനിച്ചത്, ഇവിടെയോ ജനിച്ചത്? ഞാനിവിടെ ഞാൻ ഫസ്റ്റ് ഗേൾസ് ഇവിടെ മോഷാബില് ആദ്യത്തെ ജനിച്ച മലയാളി കുട്ടി. വെഗാം നമ്മുടെ വാവ ഉമ്മാക്കും. ഓ, ഇവിടെയാണ് ജനിച്ചത്. איפה טוב? הודו. നല്ല מקום. ഇന്ത്യ നല്ല מקום. എങ്ങനെ ഇട്ടുകൊണ്ട് വന്നു? എങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇട്ടുണ്ടോ? ഞാനെല്ലാം ലോകത്ത് എല്ലായിടത്തും പോവാ. അങ്ങനെ ഇവിടെ വന്നതാ. അപ്പൊ മലയാളികൾ ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മുടെ സെയിം ബ്ലഡ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ കാണാൻ വന്നതാ. איך אני אגיד לו את זה, ממי? מה זה? מה אתה רוצה להגיד? לא, שההורים שלנו... מה אתה רוצה להגיד? לא, אני מנסה איך להגיד את זה. שההורים היו, אנחנו היינו יותר מדברים, עכשיו פחות. നമ്മളെ ജനിച്ചില്ലേ, വാവ ഉമ്മ മുത്തിമ്മ മുത്തച്ഛൊക്കെ വീട്ടിലുണ്ടായിരുന്നില്ലേ, നമ്മ അവരായിട്ട് നല്ല വർത്താനം പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോ അറിയത്തില്ലല്ലോ. ഇപ്പൊ കുറ്റം നമ്മളെ കുറ്റം പറഞ്ഞ് എന്റെ വർത്താനം പറഞ്ഞില്ലാത്തേ ഇപ്പൊ കുറ്റം പറയുവാണെന്ന്. വർത്താനം പറഞ്ഞില്ലാത്തോ മറന്നോന്ന്. ഓ, വർത്താനം പറയാത്തോണ്ട് മറന്നു പോന്നു. മക്കളെ കുറ്റം പറയുവാണെന്ന് കേട്ടോ. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? പഠിപ്പിച്ചില്ല. എന്റെ ഉമ്മ ചെല്ലും എഴുതും. നല്ലിട്ട് അറിയാം. ഇപ്പൊ മക്കളോട് എന്തേ പഠിപ്പിച്ചില്ല? നല്ല അടിപൊളി, നല്ലൊരു ആർട്ടാണ് കേട്ടോ. എന്തൊക്കെയാ അവിടെ ചെയ്യുവാണ് കേട്ടോ. പേരെന്തായിരുന്നു? പേര് എത്തി. എത്തി. നല്ല അവരുടെ കൊറേ ഇവിടെ പെയിന്റിങ്ങും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ അവരുടെ ഫുള്ള് ക്രാഫ്റ്റ് ആണ്. ഇവര് മാത്രമല്ല, കൊറേ ആളുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള ക്രാഫ്റ്റും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാം ഉണ്ടാക്കിയത് കൊണ്ടുപോയോ? ചിലപ്പോ മൊറ പഠിപ്പിക്കണ എടുക്കും. എന്റെ തന്നൂർ വയ്ക്കും, ചൂടാക്കി പിന്നെ കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ ഓ, ഇതാക്കിയിട്ട് ചൂടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നാണ് കേട്ടോ പറഞ്ഞത്. വേലയില്ല, എല്ലായിടത്തും കറങ്ങുവാ. ട്രാവൽ എല്ലായിടത്തും പോയി. എല്ലാരും ചോദിക്കുന്നത് ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നതെന്നാണ് ആദ്യം. ജോലി കാണാം ശരി. ഞാൻ പോവാ കേട്ടോ. വേറൊരു ദിവസം വരാം. സുഖല്ലേ? പോവാ കേട്ടോ. കാണാം. ശരി. പോവാ. കാണാം കേട്ടോ. ഇനി വരാൻ പറയാം. ഇനി വരും. ലൈസറോ കാണാം കേട്ടോ. കേരളത്തിൽ നിന്ന് വന്നാ. മാഹീൻ ഇവിടെ നിന്ന് ഇനി ബർഷേവ പോവാ. അതെ കാണാം കേട്ടോ. ശരി, കാണാം. ലൈത്രയോ
ആ ഇവനെ ഓടിക്കാനത് ചേട്ടനെ ഓടിക്ക കാണാം കേട്ടോ ശരിയാണ്. ഇനി വരുമ്പോ പെണ്ണിനെ കൊണ്ട് വരാനുള്ളത് നിങ്ങളൊരു പെണ്ണിനെ തപ്പിത്താ ഒരു കൊല്ലം നിൽക്കുമ്പോ പുള്ളിക്കാരൻ പറയാ ഓക്കെ See you. Where you come from? Kerala? I'm from Kerala. Yeah? കാണാം എല്ലാരടുത്തും. Bye bye. ബൈ ബൈ Bye. ബൈ കാണാം. നന്ദി കേട്ടോ, സന്തോഷം. ഞാൻ വരും വീണ്ടും. Paksa pun. പോണ് Iya baca. വേറൊരു പ്രാവശ്യം വരാം Okay. കേട്ടോ. Salam ta. ഹലോ വേറൊരു പ്രാവശ്യം വന്നിട്ട് Ini po mana? പുള്ളിക്കാരിയെ പോകാൻ പറ, ഞാൻ നോക്കാം. Video na ആ പുള്ളിക്കാരിയെ പോകാൻ പറ, ഞാൻ നോക്കാം. ഞാൻ പൊന്നുപോലെ നോക്കാം. നല്ലോണം നോക്കിക്കോളൂ. ഓക്കെ ഇതും വെച്ച് ഇതും അയ്യാ ഹോട്ടല് കാണാം കേട്ടോ. ശരിനാ പറയും മമ്മിത്തതാ കാണാം കേട്ടോ. ഓക്കെ തവല്ല വെക്കണം ഒരുമ്മയുള്ളതാ. ഈ സെറ്റപ്പ് നമ്മുടെ നാട്ടിലും ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ. ചേട്ടാ താങ്ക് യു കേട്ടോ. താങ്ക് യു കാണാം. തീർച്ചയായിട്ടും നാട്ടിൽ വരുമ്പോ കാണാം. നമ്മളങ്ങനെ ഈ ഒരു വില്ലേജിനെ നവാത്തിമിനെ വിട പറഞ്ഞു പോവാണ്. നേരത്തെ പരിചയപ്പെട്ട പുള്ളിക്കാരി എന്നെ എനിക്ക് ലിഫ്റ്റ് തന്നു. ഉണ്ടല്ലേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നവാത്തിമ്. ഇത് ആക്ച്വലി മൊഷാവാണ്. മൊഷാവും ഇവിടെ രണ്ട് സിസ്റ്റം ഉണ്ട്. മൊഷാവ് എന്നും ഉണ്ട്, കിബൂത്ത് എന്നും ഉണ്ട്. ഇസ്രായേൽ കിബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ. അവിടെ ആക്ച്വലി അവർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ പണിയെടുക്കുക. ഈ കിബൂട്ട്സുകാരാണ് അത് നടത്തുന്നത്. പണിയെടുക്കുക, അതിൻ്റെ പൈസയൊന്നും അവർക്ക് കിട്ടില്ല അവിടെ. പക്ഷെ എല്ലാം സൗജന്യമാണ്. വിദ്യാഭ്യാസം, കുട്ടികളെ നോക്കുന്നത്, എല്ലാ സംഭവങ്ങളും സൗജന്യമാണ് കേട്ടോ. അതായത് ഒരു സോഷ്യലിസ്റ്റിക് എന്താ പറയുക, കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിയൽ കമ്മ്യൂണിസമാണ് കിബൂട്ട്സ് വില്ലേജ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ വിദ്യാഭ്യാസം, അവിടെ കുട്ടികളെ നോക്കുന്നത് എല്ലാം അവിടുത്തെ ആളുകൾ നോക്കും. പക്ഷേ അവിടുത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ പണിയെടുക്കണം. പണിയെടുക്കുമ്പോൾ പൈസയൊന്നും കിട്ടില്ല. എല്ലാ ആളുകൾക്കും എല്ലാ സംഭവം കിട്ടും. ആഹാരം കിട്ടും, സംഭവം എല്ലാവർക്കും കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ആഹാരം ഒരുമിച്ച് കഴിക്കുക, മനസ്സിലായില്ലേ? പൈസ കൊടുക്കണ്ട, അതിനുവേണ്ടി അവർ പണിയെടുക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള കിബൂട്ട്സ് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് മൊഷാവ് എന്ന് പറയുമ്പോൾ സാധാരണ ആര് പണിയെടുക്കുന്നോ അവർക്ക് അതിൻ്റെ പൈസ കിട്ടും. സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ഇതുപോലെ, മനസ്സിലായില്ലേ? പിന്നെയാണ് ഈ സിറ്റീസൊക്കെ വന്നത്. സിറ്റീസിൽ പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മൊഷാവ് ഇവിടെ പറഞ്ഞു പോവാണ്. ഇതാണ് മലയാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥലം. പിന്നെ നോർത്തേൺ ഭാഗത്തുണ്ട്, ലബനോണിൻ്റെ അടുത്ത്. അവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് അവരെയൊക്കെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ പോകാൻ വേണ്ടിയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അടുത്ത് പോയതാണ്. അങ്ങനെ കുറച്ച് 2-3-4 വില്ലേജുകളുണ്ട് ഇങ്ങനെ മലയാളികൾ താമസിക്കുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം എന്നെ എന്ത് സ്നേഹത്തോടെയാണ് അവരെല്ലാവരും ഇൻവൈറ്റ് ചെയ്ത്. അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും അങ്കിളുമാരും എല്ലാവരും ഭയങ്കര എൻ്റെ അടുത്ത് കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഭയങ്കര സന്തോഷത്തോടെ, ഇതിൻ്റെ ഇടയിൽ എൻ്റെ നീരൊക്കെ വന്നു. എന്താ ഒരു പ്യുവർ സ്നേഹം എന്ന് പറയില്ലേ, അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. അത് എനിക്ക് അത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പൂർവിക മലയാളികളിൽ നിന്ന് എനിക്ക് കിട്ടി. അതിൽ ഭയങ്കര സന്തോഷവാനാണ്, കൃതജ്ഞനാണ്. അങ്ങനെ നമ്മൾ നവാത്തിമിനെ ഇവിടെ പറഞ്ഞു പോവുകയാണ്. ബൈ ബൈ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.